റോഡ് ഷോയിൽ ആരൊപ്പം ഉണ്ടാകും കൂടെ? പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ സുരേഷ് ഗോപിയുടെ പേര് പലകുറി ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ചില ചുവരെഴുത്തുകളൊക്കെ വന്നത് BJP പറയുന്നത് BJP ഔദ്യോഗികമായ അത്തരം പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടില്ല. തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി ഏറ്റെടുത്തതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് ഈ പലയിടത്തും ഉണ്ടാകുന്ന ഇത്തരം ചുവരെഴുത്തുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയെ ഒപ്പം ചേർത്തുകൊണ്ടുള്ളൊരു റോഡ് ഷോ അവിടെ ഉണ്ടാകുമോ? ഇതൊക്കെയാണ് ആളുകൾ ഇങ്ങനെ അക്ഷരമായി നോക്കിയിരിക്കുന്നത്. മാത്രമല്ല രാവിലെ മുതൽ ആളുകൾക്ക് ചോദിക്കുന്നുണ്ട്, സുരേഷ് ഗോപി എവിടെ, സുരേഷ് ഗോപി ഉണ്ടോ, സുരേഷ് ഗോപിയെ ഒപ്പം ചേർത്താണോ നടക്കുക? ഇതൊക്കെ ഒരു സസ്പെൻസ് ആണ്, നമുക്കും അറിയാം. ഇതെപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വിശദവിവരങ്ങൾ പുറത്തു വരിക എന്നുള്ളത് നമുക്കും അറിയില്ല. എന്നാലും ലഭിക്കുന്ന സൂചനകൾ പ്രവർത്തകരുടെ വികാരം, ഒപ്പം അവിടെ നേതൃത്വവുമായൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും അത്തരം ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ അരുണേ? ഉമേഷ്, തീർച്ചയായും സുരേഷ് ഗോപി ആ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയോടൊപ്പം പ്രധാന സേവനയോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. അത് ഏതായാലും ഒരു സസ്പെൻസായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ അങ്ങ് നൽകുകയാണ് എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ എല്ലാം വികാരം ഉള്ളത് എന്നുള്ളത് വലിയ രീതിയിൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായി തന്നെ പ്രകടമാവുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പം സുരേഷ് ഗോപി എത്തുന്നു എന്നുള്ളത് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ ആവേശം അവർക്ക് ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. ഇതിനു മുൻപ് ഇതേ തേക്കിൻകാട് മൈതാനത്ത് നടന്നിരുന്നത് അമിത്ഷാ പങ്കെടുത്ത പരിപാടിയാണ്. ആ അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി ആ വേദിയിലേക്ക് കടന്നു വന്ന വേളയിൽ ഉയർന്ന ആരവവും മറ്റുമൊക്കെ എത്രത്തോളം തൃശ്ശൂരുകാർ അന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിന് മതി എന്നുള്ള തരത്തിൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്ന് ആ ഉയർന്ന കരഘോഷങ്ങളും ആളുകളുടെ ആരവങ്ങളുമൊക്കെ. ഏതായാലും അന്നത്തെ ആ ഒരു പരിപാടിയിൽ അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ തന്നെ സുരേഷ് ഗോപി തനിക്ക് തൃശ്ശൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും എവിടെ നിന്നാലും മത്സരിക്കും, ഇടതുപക്ഷത്തിൻ്റെ പൊയ്മുഖം വലിച്ചു ചീന്തുമെന്നുള്ളത് ഗോവിന്ദ എന്ന് പേരെടുത്തുകൊണ്ട് MV ഗോവിന്ദനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ആയിരുന്നു അന്ന് കാണാൻ കഴിഞ്ഞിരുന്നത്. ഏതായാലും ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ഈ റോഡ് ഷോയിൽ സുരേഷ് ഗോപി ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാവുമോ എന്നുള്ളത് ഏതായാലും ഒരു സസ്പെൻസായി നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്.